ജോർജ് ജോസഫ്, എങ്ങനെയാണ് ഇന്ന് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെയും പിന്നീട് പോലീസ് പിടിച്ചതിനെയും താങ്കൾ കാണുന്നത്? എങ്ങനെ ചാടാൻ കഴിഞ്ഞു ഗോവിന്ദച്ചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ? ഗോവിന്ദച്ചാമിയുടെ ചാട്ടം അയാൾ ഒരു 3-4 മാസം കൊണ്ട് തീരുമാനിച്ചുറച്ച കാര്യമാണ്. കാരണം ആ വെന്റിലേറ്ററിലെ കമ്പി അറക്കാനായിട്ട് അയാൾ ഏകദേശം 2 മാസം എടുത്തു എന്നാണ്. അത്ര വേണ്ടി വരും. ചെറിയ ഒരു ബ്ലേഡാണ് കയ്യിലിരുന്നത്. പക്ഷേ ഇയാൾ ചാടിയ ശേഷം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെടുന്നു. നാട്ടുകാരുടെ സഹകരണം വളരെ വലുതായിരുന്നു. കാരണം അത് ചാനലെല്ലാം ഇതിനകത്ത് ഇയാളുടെ പടം, ഇയാളുടെ പഴയ പടവും പുതിയ പടവും ഒക്കെ കിട്ടുന്ന പടങ്ങളെല്ലാം ചാനലിൽ മുഴുവൻ, കേരളം മുഴുവൻ അത് പരസ്യമാക്കി. പക്ഷേ പോലീസ് പുറത്തുവിട്ട ചിത്രമായിരുന്നില്ല യഥാർത്ഥ ഗോവിന്ദച്ചാമിയുടേത്. പോലീസ് പുറത്തുവിട്ട ചിത്രമായിരുന്നില്ല യഥാർത്ഥ ഗോവിന്ദച്ചാമിയുടേത്, അതായത് ഇപ്പോഴത്തെ ഗോവിന്ദച്ചാമിയുടേത്. അങ്ങനെ ഒരു വ്യത്യാസം കൂടി അതിലുണ്ടായിരുന്നു. പക്ഷേ ആ ചെറുപ്പക്കാരന് സംശയം തോന്നി കൈയില്ലാത്തത്, അതുകൊണ്ടാണ് ഗോവിന്ദച്ചാമി പിടിക്കപ്പെടാൻ കാരണമായത്. അതെ, അത് ശരിയാണ്. ഗോവിന്ദസ്വാമിയുടെ നേരത്തെയുള്ള ഫോട്ടോയ്ക്ക് അത് താടിയില്ല. പക്ഷേ ഇയാൾ മനഃപൂർവ്വം ഇയാളൊരു കാമോഫ്ലാഗ് ആയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഇയാൾക്ക് താടി പഠിക്കാൻ പറ്റത്തില്ല, അസുഖമാണ്. മുടിയും താടിയും വളർത്തി ആൾ വേഷപ്രച്ഛന്നായി തന്നെയാണ് അവിടുന്ന് ചാടിയത്. എങ്കിലും കൈയുടെ കാര്യം തന്നെ കറക്റ്റാണ്. കാരണം ഈ രാവിലെ അയാൾ പോകുമ്പം തലയിലൊരു ശബരിമല സ്വാമിമാർ കൊണ്ടുപോകുന്ന ഒരു കെട്ട് തലയിൽ വെച്ചിട്ട് ആ മുറിഞ്ഞ കൈ ആ കെട്ടിനകത്തോട്ട് വെച്ചു. അപ്പം കൈ ശ്രദ്ധിക്കത്തില്ല. ഇടയ്ക്കെങ്ങാനും എടുത്തപ്പോഴായിരിക്കും മറ്റേ ആൾ കണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ മുതൽ ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു സംശയം, അതോടെ കൂടെ 3-4 പേര് അവർ വളരെ ആക്റ്റീവായിട്ട് ഇതിനെ ട്രേസ് ചെയ്യാനായിട്ട് നിന്നതുകൊണ്ടാണ് നമുക്ക് ഇയാളെ പിടിക്കാൻ പറ്റിയത്. പക്ഷേ അവിടെ കടന്നു പോയിരുന്നെങ്കിൽ, ഇയാൾ ഒളിച്ച സ്ഥലത്ത് അവിടെ ആരും ശ്രദ്ധിക്കാതെ അവിടെ കിടന്നിരുന്നെങ്കിൽ രാത്രിയോട് കൂടി ഇന്ന് പകൽ മുഴുവൻ അവിടെ കിടന്നിട്ട് രാത്രിയോട് ഇയാൾ ഡിസപ്പിയർ ചെയ്യും. ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരു ക്രിമിനല് ഇത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്കിതുപോലെ നേരത്തെ ഒരു അനുഭവമുണ്ട്. ഞാൻ മ്യൂസിയം സി ആയിരുന്ന സമയത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ശിവജി എന്ന ആലപ്പുഴ ഒരു മർഡർ കേസിലെ പ്രതി അവിടുന്ന് ചാടി. അന്ന് ഇതേ തന്ത്രം തന്നെയാണ് ശിവജിയും. റിപ്പർ ജയാനന്ദൻ അയാളും ഇതുപോലെ ചാടിയിട്ടുണ്ട്. അവരെല്ലാം സ്വീകരിച്ചിരിക്കുന്ന മോഡസ് ഓപ്പറാൻഡി ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവർ കിടക്കുന്ന ചവക്കാളം അല്ലെ കമ്പിളി പതിപ്പ് വലിച്ചു കീറി അതൊരു കയറായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് ആ കയറ് കെട്ടിയിട്ടാണ് ഇയാൾ ചാടിയിരിക്കുന്നത്. പക്ഷേ അയാളെ കിടക്കുന്ന സെല്ലിനകത്തെ വെന്റിലേറ്റർ അത് വളരെ ഒരു 10-16 അടി ഉയരത്തിലുള്ള ചെറിയ വെന്റിലേറ്ററാണ്. 5-6 കമ്പി മാത്രം ഉണ്ടാവും, വയർ മെഷ് വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. അവിടെ കയറി എങ്ങനെയാണ് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ അറക്കാൻ കഴിയില്ല. ഇയാൾ നേരത്തെ ശിവജിയുടെ കാര്യത്തിൽ അയാൾ അവിടെ ആ കമ്പിയെ പിടിച്ച് കെട്ടി ആ കമ്പിയെ ഒറ്റ കൈ കൊണ്ട് കമ്പിയെ തൂങ്ങി നിന്നിട്ട് മറ്റേ കൈ കൊണ്ട് അറുത്തു. അത് എന്നിട്ട് 10-30 ദിവസം എടുത്തിട്ടാണ് അയാൾ ചാടിയത്. ഇയാൾ ഒരു 2 മാസമൊക്കെ എടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അയാൾ നൽകുന്ന മൊഴി മാത്രമേ ഉള്ളൂ. പക്ഷേ ജയിൽ ജീവനക്കാർ ഇതിലൊക്കെ അജ്ഞരാണ്. ജയിലിൽ നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണവും ഇതുവരെ കിട്ടിയിട്ടുമില്ല. വിനോജ് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ സഹായമാണ് പോലീസിന് തുണയായത്. അതല്ലായിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമി അവിടെ നിന്നും രക്ഷപ്പെട്ടേനെ. വിനോജാണ് ആദ്യം കണ്ടത്, പോലീസിനെ അറിയിച്ചത്. വിനോജിന്റെ പ്രതികരണം കേൾക്കാം. അപ്പം ഞാൻ നോർമലി വണ്ടി ഓടിക്കുന്ന ആ ഇടത് സൈഡ് തന്നെയാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അയാളുടെ അടുത്തെത്തി ഇപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ അയാൾ ജസ്റ്റ് ഒന്ന് നോക്കി നോർമലി അങ്ങ് നടന്നുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ടടുത്ത ഒരു ചായക്കടയിലുള്ള ഒരാളോട് ചോദിച്ചു, ഇത് ഇന്ന ആളാണോ, സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാമെന്ന് കരുതി ഞങ്ങൾ ജസ്റ്റ് തിരിയുമ്പോഴേക്കും ആളെ വിളിച്ചപ്പോഴേക്കും ആൾ തൊട്ടെന്ന് തന്നെ പേര് വിളിച്ചു, ഇതാ ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ആൾ ഉടനെ തന്നെ മതിൽ, ഈ പണി നടക്കുന്ന വീടിൻ്റെ ഉള്ളിലെ മതിലേക്ക് വന്ന് ആ മതിലെടുത്ത് ചാടി കാട്ടിലേക്ക് പോകണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇല്ല ഉടനെ തന്നെ ഞങ്ങൾ എൻ്റെ കൂടെയുള്ള ആൾ അവിടെ വരെ ചെന്ന് നോക്കും. അവനെ മതിലിനുള്ളിൽ കാട്ടിലൂടെ അങ്ങോട്ടേക്ക് ഓടി. ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരും. അവിടെ ആ കാട്ടിനുള്ളിലേക്ക് ചാടി അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു വീടുണ്ടായിരുന്നു. ആ വീടിനുള്ളിലേക്കാണ് ഗോവിന്ദച്ചാമി പോയത്. അവിടെ കിണറ്റിൽ ചാടി കിണറ്റിൽ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പോലീസും നാട്ടുകാരും എത്തിയതും ഗോവിന്ദച്ചാമിയെ കീഴടക്കാൻ കഴിഞ്ഞതും. ശ്രീ യുവരാജ് ഗോകുൽ, ഇത് സിസ്റ്റം തകരാർ ഒരു വകുപ്പിലൂടെ ഉണ്ടായിരിക്കുകയാണ്, ജയിൽ വകുപ്പ്. ഇതുവരെ ഒരു വിശദീകരണം പോലും നൽകുവാൻ ജയിൽ വകുപ്പിന് കഴിയുന്നില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് ഒട്ടേറെ പരാതികൾ ഇതിനു മുൻപ് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ജയിൽ ഉപദേശക സമിതിയിൽ CPM നേതാക്കൾ പി ജയരാജന്റെ സാന്നിധ്യവും അവിടെ ഉള്ളതാണ്. അവിടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സുഖചികിത്സ എന്നുള്ള കാര്യം വന്നതാണ് നേരത്തെ. എല്ലാ സൗകര്യങ്ങളും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ജയിലിൽ കിട്ടുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നതാണ്. പക്ഷേ ഒരു മാറ്റവും അവിടെ സംഭവിച്ചിട്ടില്ല എന്നതിന് ഉദാഹരണം കൂടിയാവുകയാണ് ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരു കൊടും ക്രിമിനലിന് അനായാസം എന്ന് പറയത്തക്ക രീതിയിൽ ജയിലിന് പുറത്തു വരാൻ കഴിഞ്ഞത്. നോക്കൂ, കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഓഫ് വീഴ്ചകളുണ്ട് സിസ്റ്റത്തിൻ്റെ.
ഒരു ദിവസം ഒരു വകുപ്പാണ് വീഴുന്നതെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു വകുപ്പ് വീഴുന്നു എന്നുള്ള തലത്തിൽ ഓരോ വകുപ്പുകളും മത്സരിച്ച് വീണുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവം മാത്രമാണ് ഇന്നത്തെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായിട്ട് സംഭവിച്ചിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച എന്ന് പറയുന്നത്. ഈ വീഴ്ചയ്ക്കകത്ത് നമുക്ക് ഒരുപാട് സംശയം തോന്നുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പോലെ ഒരാൾ 1-2 മാസങ്ങൾ പ്രിപ്പയർ ചെയ്ത് അയാൾ ചപ്പാത്തി മാത്രം കഴിച്ച് അയാളുടെ ശരീരം ആ കമ്പിക്കകത്തുകൂടി ഇറങ്ങി വരാൻ പറ്റുന്ന തലത്തിലേക്ക് 2-3 മാസങ്ങൾ കൊണ്ട് അയാളുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്ത് സ്വാഭാവികമായിട്ടും പോലീസിനകത്തുള്ളവർക്ക് വളരെയധികം ട്രെയിൻഡ് ആയിരിക്കണമല്ലോ എല്ലാവരും. ഇപ്പോൾ തന്നെ പലരും ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർ പലരും പറയുന്നുണ്ട്, പ്രതികളുടെ സ്ഥിരമായിട്ടുള്ളൊരു മോഡസ് ഓഫ് ഓപ്പറാൻഡിയാണ് അവരുടെ ശരീരത്തിനെ മെലിയിക്കുക. കാരണം ജയിൽ ചാട്ടം അവർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവരങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഗോവിന്ദച്ചാമിയെ പോലെ ഇത്രയും വൃത്തികെട്ട ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ, ഇത്രയും ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജയിൽ അധികൃതർക്ക് സംശയം തോന്നേണ്ടതാണ്. അവരത് ചെയ്തില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മതിലിന് ഫെൻസിങ് ഇപ്പോൾ തടവിലുള്ള അവിടെ ജയിലിലെ എല്ലാ തടവ് പുള്ളികളോടും ചെന്നിട്ട് ആ ഫെൻസിങ്ങിൽ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ, അതിനകത്ത് ഷോക്കൊന്നും ഇല്ല കേട്ടോ എന്ന് പോലീസുകാരും പോയിട്ട് ഇവരെ ആരെയും ഇൻഫോം ചെയ്യാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നോക്കി വെറുതെ കാഴ്ച കൊണ്ട് മാത്രം കണ്ടുകൊണ്ട് അതിനകത്ത് ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് തിരിച്ചറിയാനും സാധിക്കില്ലല്ലോ. അപ്പോൾ അതിനകത്ത് കറണ്ട് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ ഇവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? അവിടെയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള CPM-ൻ്റേതായിട്ടുള്ള ക്രിമിനലുകൾ താമസിക്കുന്നതും അവർക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഉയരുന്നത്. അല്ല, സംശയങ്ങളെന്ന് ഞാൻ പറയുന്നത് അവർക്ക് ലഭിക്കും. ഇപ്പോൾ പുറത്ത് നിന്ന് ചില സാധനങ്ങൾ അവർക്ക് ലഭിക്കുന്നു, ഇപ്പോൾ സിഗരറ്റ് ലഭിക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ലഭിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് കഞ്ചാവ് ലഭിക്കുന്നു. ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. അവിടെ സംശയം എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് പല ക്രിമിനലുകളെയും പുറത്തേക്ക് കൊണ്ടുപോയി പല ക്രൈമും തിരിച്ചെത്തിക്കുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. പല ആൾക്കാർക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംശയമുണ്ട്. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന പല ക്രിമിനലുകൾക്കും ഇതുവഴി പുറത്തേക്ക് ഇറങ്ങി പോകുവാനും കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചകത്തേക്ക് വന്ന് കയറുവാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഈ പറയുന്ന ജയിലുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വിവിധ ഭാഗത്ത് നിന്ന് കുറച്ച് കാലങ്ങളായിട്ട് ആരോപണം ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 വർഷമായിട്ടെന്തോ അവിടെ ആ പറയുന്ന ഫെൻസിങ്ങിൽ കറണ്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തൂടെ അത് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്? അത് മാത്രമല്ല, ഈ 20 അടി പൊക്കമുള്ള ഒരു മതിൽ നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ മഴയാണ്. ഈ മഴ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ മതിലുകളിൽ ഈ പായൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 കൈ ഉള്ളവർക്ക് പോലും അത് വലിഞ്ഞു കയറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1 കൈ മാത്രമുള്ള ഒരാൾ അതുവഴി വലിഞ്ഞു കയറി പോകുന്ന, അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് അത്രയധികം പരിചിതമായിരിക്കണം അത്. ഇനി അയാൾ മറ്റൊരാളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കാണത് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും അയാൾക്ക് അത്രയേറെ പരിചിതമായിരിക്കണം അത്.